ആലോചിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന സംഭവമാണ്. അവിടെ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്രയൊക്കെ പ്രേമമുണ്ട്, സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വിവാഹം കഴിച്ച ആളാണ് ഈ കൊലക്ക് നേതൃത്വം കൊടുക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിഹിതങ്ങൾ അപകടകരമാണെന്ന് എത്ര തന്നെ പറഞ്ഞാലും അത് പലപ്പോഴും അവിഹിതങ്ങളിൽ പെട്ടുപോയവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ അഫയറുകളും പ്രേമങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾ എത്ര നിർബന്ധം പിടിച്ചാലും അവരെ മാറ്റി നിർത്താനും ആ വിവാഹബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കാനും സാധിക്കാതെ വരുന്ന അതുകൊണ്ടാണ്. ഈ അവിഹിതങ്ങളിൽ പെട്ടുപോകുന്ന ആളുകൾ വിവാഹം വേണമെന്ന് വാശി പിടിക്കുമ്പോൾ അവരുടെ മനസ്സ് എന്ത് സംഭവിച്ചാലും അതൊക്കെ ഞാൻ സഹിച്ചോളാം, എനിക്കെന്തായാലും അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും, എനിക്ക് അവളെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ, എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നോട്ടെ അതൊക്കെ ഞാൻ സഹിച്ചോളാം, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി എന്ത് തന്നെ വന്നാലും പ്രശ്നമില്ല എന്നാണ് അവർ പറയുക. എന്നാൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത, അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയൊരു അപകടമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് അവരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഇയാൾ എന്നെ കൈവിടില്ല, ഞാൻ അയാളെ കൈവിടില്ല, ഞങ്ങളുടെ ഈ സ്നേഹവും ബന്ധവും എക്കാലത്തും ഉണ്ടാകുമെന്നല്ലേ അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത്തരം അവിഹിതമായി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും അവരുടെ ജീവിതത്തിൽ അവരത് ആവർത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ ഭയപ്പെടേണ്ട ഏറ്റവും വലിയ കാര്യം. ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് അവൻ്റെ കൂടെ പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവന് വേറെ ചില ബന്ധങ്ങളുണ്ട് എന്നറിയുമ്പോഴായിരിക്കും എന്തും ഞാൻ സഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച പല പെൺകുട്ടികളും ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കുന്ന നിരാശയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. ഇത് ഈ പല പ്രാവശ്യം പറഞ്ഞാണെങ്കിൽ ഇതിവിടെ ഇപ്പോൾ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, രണ്ട് സംഭവങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഒന്ന്, ഒരു സ്ത്രീ അവർ ഭർത്താവിൻ്റെ മരണശേഷം ഒരാളെ വിവാഹം കഴിച്ചു. അത് ആ സ്ത്രീയെക്കാളും 10 വയസ്സ് കുറവുള്ള ഒരാളാണ്. അത് അവർ തമ്മിൽ പരിചയപ്പെട്ട് വന്നൊരു വിവാഹമായതുകൊണ്ടാണല്ലോ ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ അവൾക്ക്, ഈ സ്ത്രീക്കൊരു മകളുണ്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചോദിച്ചാൽ, ഈ അമ്മയോടെ എങ്ങനെ അയാളൊരു റിലേഷൻ ബന്ധമുണ്ടാക്കിയോ അതേപോലൊരു ബന്ധം അയാളുടെ മകളുമായിട്ടുണ്ടാക്കണം. മകളുമായി ഉണ്ടാക്കുകയെന്ന് മാത്രമല്ല, പിന്നെ ആ മകളെ കൈവശപ്പെടുത്തണമെങ്കിൽ എന്താണ്, ഒരു കാരണവശാലും അമ്മയുണ്ടാകുമ്പോൾ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ പെൺകുട്ടിയും അതേപോലെ തന്നെ ഇയാളും പാടെ ചേർന്ന്, അതായത് രണ്ടാനച്ഛൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇവളുടെ ഭർത്താവ് ഈ മകളും പാടെ ചേർന്നിട്ട് എന്ത് ചെയ്യുക അറിയോ, ആ സ്ത്രീയെ, അമ്മയെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആലോചിക്കുന്ന നമ്മൾ ഞെട്ടിപ്പോകുന്ന സംഭവമാണ്. അവിടെ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്രയൊക്കെ പ്രേമമുണ്ട്, സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ വിവാഹം കഴിച്ച ആളാണ് ഈ കൊലക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ കൊലയിലേക്ക് അയാളോട് സഹകരിക്കാൻ മകൾക്ക് പറ്റിയത് എന്തുകൊണ്ടാണ്? ഒരമ്മയെ കൊല്ലാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു മകൾ തയ്യാറാവും. പക്ഷേ ഈ അവിഹിതമായി വന്ന ആ ചെറുപ്പക്കാരൻ്റെ കൂടെ, അയാളുടെ കൂടെ ജീവിക്കണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തും സഹിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ മുമ്പ്, തനിക്ക് മുമ്പ് പ്രേമിച്ച അയാളുടെ ഭാര്യ അല്ലെങ്കിൽ സ്വന്തം അമ്മയെ കൊല്ലാൻ അയാൾ തയ്യാറാകുന്നു. അവരുണ്ടായിരിക്കെ ഞാനുമായൊരു അവിഹിതമായ ബന്ധമുണ്ടാക്കുന്നു, അതും മകൾക്ക് തുല്യമായ ഒരു സ്ത്രീയുമായിട്ട് ഇതിനൊക്കെ തയ്യാറാകുന്നു എന്നത് അവരെ ചിന്തിപ്പിക്കുന്നില്ല. അതാണ് അവിഹിതങ്ങൾ എപ്പോഴും വീണ്ടും അവിഹിതങ്ങൾക്കുള്ള സാധ്യതയെക്കുള്ള തെളിവാണെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. മറ്റൊരു സംഭവം കേട്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ വേറൊരാളുമായിട്ട് അവിഹിത ബന്ധമുണ്ടാവുകയാണ്. അപ്പോൾ ആ അവിഹിത ബന്ധം വളർന്നു വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഈ സ്ത്രീയും അവളുടെ കാമുകനും പാടെ ചേർന്നിട്ട് ഈ ഭർത്താവിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഭർത്താവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവൾക്ക് വീണ്ടും ഒരു അവിഹിത ബന്ധം ഉണ്ടാകുകയാണ്. ആ അവിഹിത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്, വീണ്ടും മറ്റയാളെ കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് നിരന്തരമായി അവിഹിതങ്ങളും ബന്ധങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നല്ലേ ഈ പറയുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, തൽക്കാലം ചില രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പ്രേമമൊക്കെ ഉണ്ടായാൽ ഒന്ന് അന്വേഷിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മകൾക്ക് ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു ദാമ്പത്യ ബന്ധമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് അയാളെന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ മകളുമായി അയാൾ എങ്ങനെ ഒരു ബന്ധമുണ്ടാക്കിയോ അതേപോലൊരു ബന്ധം നാളെ അയാൾക്ക് വേറൊരു പെൺകുട്ടിയായിട്ടുണ്ടാവും.
അന്ന് നിങ്ങളുടെ പെൺകുട്ടി അനാഥമാകും. ഏത് അവിഹിത ബന്ധങ്ങളെയും ഹലാലാക്കി കൊടുക്കാനും വിവാഹം കഴിച്ചു കൊടുക്കാനും തയ്യാറാകുന്ന രക്ഷിതാക്കൾ ഇതെങ്കിലും ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പെൺകുട്ടികൾ നാളെ അനാഥമാകാൻ പോകുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഇത്തരം ആളുകൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കുക, ഇന്ന് നിങ്ങൾ അവന് വേണ്ടി എല്ലാം വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നാളെ അവൻ്റെ ഫോണിൽ നിങ്ങൾക്ക് അയച്ച അതേ മെസ്സേജുകൾ മറ്റൊരു സ്ത്രീക്ക് ചാറ്റ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ? എന്തും ഞാൻ സഹിക്കാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റൂ? നിങ്ങളുടെ ഭർത്താവിനുണ്ടാകുന്നൊരു അവിഹിത ബന്ധം അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അയാളുടെ കൂടെ നിൽക്കാമെന്ന് പറയാൻ പറ്റൂ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഒരു സുരക്ഷിതമായൊരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നൊരു പെൺകുട്ടിക്ക് ഒരിക്കലും സുരക്ഷിതനല്ല ഇത്തരത്തിൽ താനുമായി അവിഹിതമായി ബന്ധം പുലർത്തുന്ന ഒരു പുരുഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എല്ലാ നിയമങ്ങളും വെച്ചത്. അതുകൊണ്ട് പരസ്പരം കാണാതിരിക്കുക, നോക്കാതിരിക്കുക, പരിചയപ്പെടാതിരിക്കുക, ഇത്തരം ഇഷ്ടങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിരോധം. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പത്രങ്ങൾ, അതിൻ്റെ പിന്നീട് വരുന്ന കാര്യങ്ങൾ നമുക്കാർക്കും പ്രവചിക്കാനോ നിർവചിക്കാനോ കഴിയാത്തതാണ്. എല്ലാ ദുരന്തങ്ങളും നമ്മളെയും മക്കളെയും അള്ളാഹു കാത്തു സൂക്ഷിക്കുമാറാവട്ടെ.